ഷാർജയിൽ മകളെ കൊന്ന് ജീവനൊടുക്കിയ കൊല്ലം സ്വദേശി വിഭഞ്ചികയുടെ ശരീരത്തിലെ ചില അവയവങ്ങൾ നീക്കം ചെയ്തെന്ന് സൂചന. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദുബായിലെ ഇന്ത്യൻ എംബസിയെ അറിയിക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങി. വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെ ഉടൻ നാട്ടിലെത്തിക്കാനാണ് നീക്കം. ഷമീർ അബ്ദുൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിഭഞ്ചികയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് ഷാർജയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതോടുകൂടിയാണ് ചില ആന്തരിക അവയവങ്ങൾ കാണാനില്ല, അതായത് നീക്കം ചെയ്തതായുള്ള സൂചന ലഭിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഷാർജയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുമായി സംസാരിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും ദിവസം ഈ ഷാർജയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹത്തിൽ ഈ ആന്തരിക അവയവങ്ങൾ എങ്ങനെ നീക്കം ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും ഈ വിവരം എംബസിയെയും അറിയിക്കുന്നുണ്ട്. എംബസി ഇതിൽ ഈ ഷാർജ ഭരണകൂടവുമായി സംസാരിക്കും. അങ്ങനെ അന്വേഷണം പലതരത്തിൽ നീങ്ങുകയാണ്. ഈ വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെയും നാട്ടിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. നിതീഷ് ഇതിൽ ഒന്നാം പ്രതിയാണ്. രണ്ടാം പ്രതി നിതീഷിന്റെ പിതാവ്, മൂന്നാം പ്രതി സഹോദരി എന്നിവരുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസ് നടത്തുന്ന അന്വേഷണം സമാന്തരമായി നടക്കുന്നുണ്ട്. എന്തായാലും കേരള പോലീസിന്റെ അന്വേഷണം അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് നിലവിലുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ വരുന്നതോടുകൂടി ഇതിലൊരു കൃത്യത വരും. നിലവിൽ പ്രിലിമിനറി റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളതായി നമുക്ക് സൂചന ലഭിക്കുന്നത്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടി ചില കാര്യങ്ങൾ പുറത്തു വരും എന്നാണ് അവരുടെ കുടുംബം പറയുന്നത്. എന്തായാലും വിഭഞ്ചികയുടെ കുഞ്ഞ് വൈഭവിയുടെ മൃതദേഹം കഴിഞ്ഞ തിങ്കളാഴ്ച ഷാർജയിൽ സംസ്കരിച്ചിരുന്നു.